ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമത്തെ അപലപിച്ച് ബ്രിട്ടീഷ് എംപിമാരായ ബാരി ഗാർഡിനറും പ്രീതി പട്ടേലും പാർലമെന്റിലാണ് വിഷയം ഉന്നയിച്ചത്. അതേസമയം മുഹമ്മദ് യൂനുസ് സർക്കാരുമായി ചർച്ച നടത്തിയെന്ന് വിദേശകാര്യ അണ്ടർ സെക്രട്ടറി കാതറിൻ വെസ്റ്റ് വ്യക്തമാക്കി. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ബംഗ്ലാദേശ് വിഷയം അപലപിച്ച ബ്രിട്ടീഷ് എംപിമാർ, കൂടുതൽ വിവരങ്ങൾ. ബ്രിട്ടീഷ് എംപിമാർ അപലപിക്കുന്നു എന്നതിനപ്പുറം ഇത് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉന്നയിച്ചു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഗാർഡിനറും അതുപോലെ തന്നെ പ്രീതി പട്ടേലും ചേർന്ന് വിഷയം അവതരിപ്പിക്കുകയായിരുന്നു. ആ വിഷയം അവതരിപ്പിച്ചതിന് ശേഷം ഈ അവതരിപ്പിച്ച വിഷയത്തിന് സ്റ്റേറ്റ്മെന്റ് നൽകണം, അല്ലെങ്കിൽ അതൊരു പ്രസ്താവന നടത്തണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തത്. നിലവിലെ സാഹചര്യം ബംഗ്ലാദേശിൽ അതിരൂക്ഷമായി നടക്കുന്നു, അല്ലെങ്കിൽ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുന്നു എന്ന് വളരെ കൃത്യമായി അവർ നിലപാടെടുക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വളരെ കൃത്യമായി ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തത്. മുഹമ്മദ് യൂനുസുമായി ചർച്ച നടത്തിയതായി അണ്ടർ സെക്രട്ടറി വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ വിഷയങ്ങൾ അതീവ സങ്കീർണമാണ് എന്നതിനപ്പുറം മതസ്വാതന്ത്ര്യത്തിനെതിരെ നടക്കുന്ന വലിയൊരു കയ്യേറ്റമാണ്, അല്ലെങ്കിൽ ഒരു അതിക്രമമാണ് എന്ന നിലപാടാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവമേറിയ ഒരു വസ്തുത. നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ പ്രതിഷേധം ലോകം മുഴുവൻ വളർന്നു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ കൂടി ഒരു അലയൊലി തന്നെയാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവ വികാസം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന വേണം, അല്ലെങ്കിൽ ഇത്തരം ഒരു പ്രസ്താവന അനിവാര്യമെന്ന് രണ്ട് എംപിമാരും വളരെ കൃത്യമായി ബ്രിട്ടീഷ് പാർലമെന്റിൽ കൃത്യമായ ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തത്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.